നമസ്കാരം പ്രിയമുള്ളവരെ, വോയിസ് ഓഫ് മാന്നാർജിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രസവിച്ച അമ്മമാർക്ക് ആരോഗ്യം നിലനിർത്താനും മുലപ്പാലുകൾ കൂടുതലുണ്ടാവാനും അതേപോലെ തന്നെ പ്രസവിച്ച കുഞ്ഞിന് മുലപ്പാലിലൂടെ പോഷക ആഹാരം മുഴുവനും ലഭിക്കുന്നതിനുമൊക്കെയുള്ള സഹായകരമായിട്ടുള്ള പരമ്പരാഗത നാട്ടുവൈദ്യ രീതിയിലുള്ള ഒരു യോഗമാണ് ഗർഭരക്ഷിണി ക്വാഥം. ഇത് ക്വാഥം എന്ന് പറഞ്ഞാൽ കഷായമാണ്. ഇത് കഷായമായിട്ട് ഉപയോഗിക്കാം, രസായനമായിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ലേഹ്യമായിട്ട് ഉപയോഗിക്കാം, വടകമായിട്ട് ഉപയോഗിക്കാം. എല്ലാ തരത്തിലും അതിനോട് ചേർക്കേണ്ട മറ്റ് അനുസാരികൾ ചേർത്താൽ മതി. ഇപ്പോൾ ലേഹ്യമാക്കണമെങ്കിൽ ശർക്കര പാവ് കാച്ചി അതിൽ ചേർക്കുക, വടകമാക്കണമെങ്കിൽ ശർക്കര പാവ് കാച്ചി അരിച്ച് അതിൽ ചേർത്ത് പൊടികൾ ചേർത്ത് വടകമാക്കിയെടുക്കുക. അങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ യോഗം ഇതാണ്: സഹചരാ ത്രിബലാദാരു ദശമൂലം ജീരകത്രയം ത്രൈകടും ജാതകം കോലം പക്ഷിത്വക് പാരിഭദ്രണം ത്രിദോഷശമനം ശ്രേഷ്ഠം വൃഷ്യം ഹൃദ്യം രസായനം സർവാമയ വിനാശായാം സൂതികാ സൂതകാമൃത. ഇത് സ്വകാര്യ താളിയോലയാണ്, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നതാണ്, അതിൽ നിന്ന് പകർത്തിയെടുത്തതാണ്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ചേരുവ കരിങ്കുറിഞ്ഞിയാണ്, സഹചരം. അതോടൊപ്പം തന്നെ ദേവതാരം, ദശമൂലം, 3 ജീരകം, കരിഞ്ജീരകം, പെരുംജീരകം, പിന്നെ ചുക്ക്, കുരുമുളക്, തിപ്പലി, ഏലക്ക, ഇലവർങ്ങം, പച്ചില, നാഗപ്പൂ, പിന്നെ പഞ്ചകോലം. കോലമെന്ന് പറഞ്ഞിരിക്കുന്നത് പഞ്ചകോലമാണ്. അത് തിപ്പലി വേര്, കാട്ടുതിപ്പലി വേര്, കാട്ടുമുളകൻ വേര്, കൊടുവേലിക്കിഴങ്ങ്, ചുക്ക്, ഇത്രയുമാണ്. ഇതിൻ്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം, പഴയ കാലത്ത് വൈദ്യന്മാർക്ക് ഇഷ്ടപ്രകാരം ഇതിൻ്റെ അളവ് മിക്സ് ചെയ്ത് യോഗം തയ്യാറാക്കാനുള്ള ഒരു സാഹചര്യവും അറിവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ പല താളിയോലകളിലും അളവ് പറയുന്നില്ല. അളവ് വൈദ്യന് നിശ്ചയിക്കാം, അതാണ് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് അളവ് വൈദ്യന് നിശ്ചയിക്കാം എന്നുള്ളതാണ് പ്രമാണം. ഇത്രയും സാധനങ്ങൾ വ്യക്തമായിട്ടും ഫ്രഷായിട്ടെടുത്ത് പാകം ചെയ്ത്, ഇപ്പോൾ പൊടിയാക്കേണ്ട സാധനങ്ങൾ പൊടിയാക്കി, കഷായം വെച്ചാൽ കഷായം ചേർക്കേണ്ട സാധനങ്ങൾ കഷായമാക്കി, പൊടിയും കഷായം കൂടെ കലക്കി നേരത്തെ സൂചിപ്പിച്ച പോലെ വടകം അല്ലെങ്കിൽ ലേഹ്യം അല്ലെങ്കിൽ രസായനം, അങ്ങനെ ഏതവസ്ഥയിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയതാണ്. ഇത് ഫലശ്രുതിയിൽ പറയുന്നത് ഇതാണ്, പ്രധാനമായിട്ടും ഫലശ്രുതിയിൽ പറയുന്നത് ഇതാണ്: ത്രിദോഷശമനം, വാതപിത്ത കഫങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള പ്രസവിച്ച അമ്മയ്ക്കുണ്ടായിട്ടുള്ള സകല ദോഷങ്ങളും മാറും. അതോടൊപ്പം തന്നെ ശ്രേഷ്ഠമാണ്, ഇതുകൊണ്ട് വേറെ യാതൊരു തരത്തിലുള്ള രോഗങ്ങളും വരികയില്ല. വൃഷ്യമാണ്, ധാതുപുഷ്ടികരവും ഉത്തേജകരവുമാണ് ഈ ഔഷധങ്ങൾ. ഹൃദ്യമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും, കയ്പൊന്നുമില്ല. രസായന ഗുണമുള്ളതാണ്. സർവ ശാരീരിക അവസ്ഥയെയും ബൂസ്റ്റ് ചെയ്യുന്നതിനെയാണ് രസായനം എന്ന് പറയുന്നത്. സർവാമയ വിനാശായാം, ഇതിന് പുറമേ പറഞ്ഞിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ആമയങ്ങളും സർവാമയ വിനാശായ സൂതികയുടെ, അതായത് പ്രസവിച്ച സ്ത്രീയുടെ സർവാമയ വിനാശം, എല്ലാ ആമയങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും മാറും. അതുപോലെ തന്നെ സൂതകാമൃതം, സൂതകൻ എന്ന് പറഞ്ഞാൽ പുത്രൻ, സൂതിക എന്ന് പറഞ്ഞാൽ അമ്മ, അമ്മയുടെയും കുഞ്ഞിൻ്റെയും എല്ലാവിധ വിഷമങ്ങളും ഈ ലേഹ്യമോ രസായനമോ കഷായമോ കഴിച്ചാൽ മാറും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അമൃതിന് സമമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ഔഷധങ്ങൾ കഴിക്കുമ്പോൾ പഥ്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഔഷധങ്ങളുടെ ഗുണം കിട്ടുകയില്ല. ചുക്ക്, കുരുമുളക്, തിപ്പലി മുതലായ എല്ലാ ഔഷധ ഗുണമുള്ള സാധനങ്ങളും വാങ്ങേണ്ടതാണ്. അത് നല്ലതാണെന്ന് നോക്കി വാങ്ങേണ്ട കടമ വൈദ്യൻ്റേതാണ്, അല്ലെങ്കിൽ വാങ്ങുന്ന ആളിൻ്റേതാണ്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട പ്രകാരമുള്ള ഔഷധങ്ങളെല്ലാം ചേർത്ത് ഈ പ്രസവിച്ച അമ്മയ്ക്ക് ഈ 41 ദിവസം തുടർച്ചയായി ഈ ലേഹ്യം കൊടുക്കാമെങ്കിൽ അവർ പൂർവാധികം ആരോഗ്യവതിയായി, കുഞ്ഞ് നല്ല ആരോഗ്യവും നല്ല ഐശ്വര്യത്തോടും നല്ല സുഖലക്ഷണത്തോടും ബുദ്ധിവികാസത്തോടും കൂടി വളർന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് ഒരു അറിവിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്.
ഒരു വൈദ്യൻ്റെ നിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ ഒരു വൈദ്യൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഇത്തരം ലേഹ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അറിവില്ലാത്തവർ, അറിയാവുന്നവർക്ക് ഉണ്ടാക്കി കഴിക്കാം. അത് ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പഥ്യത്തോടു കൂടി കഴിക്കുകയാണെങ്കിൽ ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത് 100% നമുക്ക് ഫലം ചെയ്യും എന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല. അപ്പോൾ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഇനിയും വീണ്ടും കാണാം ഇതുപോലൊരു മറ്റൊരു യോഗവുമായിട്ട്. നന്ദി, നമസ്കാരം. മാന്നാർ ജി രാധാകൃഷ്ണൻ വൈദ്യർ, റിട്ടയർഡ് ഫിസിഷ്യൻ, ആര്യവൈദ്യ ഫാർമസി, കോയമ്പത്തൂർ ലിമിറ്റഡ്. എൻ്റെ ഫോൺ നമ്പർ 9447352982. എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. അങ്ങനെ എന്നെ സഹായിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ. സമത്വ സുന്ദരമായ ഒരു ഓണം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. നമസ്തേ.